രാത്രി ഒന്ന് ജനൽ തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ ചക്ക മോഷ്ടിക്കാൻ ഇന്നിവിടെ ഒരാളെത്തിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിലെ ചക്കയും മാങ്ങയും ഒക്കെ തിന്നുകൊണ്ട് പോണത് ഇവന്മാരാണ്. എന്തായാലും നമ്മളിവിടെ അനങ്ങാതെ നിൽക്കുന്നത് കൊണ്ട് ആന വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അവിടെ തൊട്ടടുത്ത് വന്ന് നിന്ന് ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി വന്ന് ചക്ക തിന്നുകൊണ്ട് പോകുന്നത് ഇവരുടെ സ്ഥിരം പതിവാണ്. ഇന്നിപ്പോൾ നമ്മളിതായി കയ്യോടെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പ്ലാവിലുണ്ടാവുന്ന മുഴുവൻ ചക്കയൊന്നും നമ്മൾ തിന്ന് തീർക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇവർ തിന്നോട്ടെ. ചക്ക മാറി ഇതേ തൊട്ടപ്പുറത്തെ ചാമ്പയിൽ നിന്നും അവൻ എന്തൊക്കെയോ പറിച്ചെടുക്കുന്നുണ്ട്. ഈ പറമ്പിൽ ചക്കയും മാങ്ങയും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു കൊമ്പന് ചക്ക തന്നെയാട്ടോ പ്രിയം. വീണ്ടും പ്ലാവിൻ്റെ കടക്കിൽ വന്നിട്ട് ഒരു ചക്ക കൂടി എടുക്കുകയാണ്. ചക്കയൊന്നും വലുതായിട്ടില്ല, തീരെ ചെറുതാണ്. പക്ഷേ ഇവനത് മതിയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ചെക്കൻ ചക്ക പറിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ടും ഇപ്പോൾ രാത്രിയാണ്, ഫുൾ സൈലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇവൻ്റെ ശ്വാസം പോലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ ആനക്കുളത്ത് പോയിട്ട് വളരെ തൊട്ടടുത്ത് ആനയെ കണ്ടു. പക്ഷേ ഇത്തവണ നമ്മുടെ വീടിനടുത്ത് തന്നെ വന്നേക്കാണ്. ആദ്യമായിട്ടൊന്നല്ല, എൻ്റെ ചാനൽ മുന്നേ തൊട്ട് കാണുന്നവർക്കറിയാം, പലതവണ നമ്മുടെ വീടിനടുത്ത് രാത്രിയൊക്കെ ഇവന്മാർ വന്നിട്ടുള്ള വീഡിയോ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര തൊട്ടടുത്ത് വരുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ ജനലയോട് ചേർന്ന് വന്നേക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. നമ്മളിവിടെ സൈലൻ്റായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ അവൻ അവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ഒച്ചപ്പാടോ ബഹളോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കും വലിയ കുഴപ്പമൊന്നും ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം നമ്മുടേത് ഒരു ഒറ്റപ്പെട്ടായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ തൊട്ടടുത്ത് വേറെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഏറ്റവും സേഫ് വീടിനകത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവരെപ്പോൾ വന്നാലും ഇതുപോലെ ചക്ക കഴിക്കാനോ ഇല്ലി കഴിക്കാനോ എന്ത് കഴിക്കാൻ വേണ്ടി വന്നാലും അത് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. നമ്മൾ സൗണ്ടൊക്കെ ഉണ്ടാക്കാതിരിന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇവിടെ ചക്കയും മാങ്ങയും കഴിക്കാൻ വന്നിട്ട് പ്ലാവും മാവൊന്നും ഒടിച്ചിട്ട് പോയിട്ടില്ല. അവർക്ക് വേണ്ടതെന്താണോ അത് തിന്നിട്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഒച്ചപ്പാടിനോ ബഹളത്തിനോ ഒന്നും പോകാറില്ല. അവരാ ചക്ക പറിച്ച് കഴിച്ചിട്ട് അവരതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോളും. ഇനിയിപ്പോൾ ചക്ക സീസൺ കഴിയണവരെ നമുക്ക് ഇതുപോലത്തുള്ള കാഴ്ചകൾ ഡെയിലി കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര കൂളായിട്ട് കഴിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ വേറെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ എന്തായാലും പറ്റില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്കയൊന്നും കൃഷി ചെയ്യണതല്ല, നമ്മുടെ പറമ്പിൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ കൃഷി ചെയ്യണതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ആനയും മാനും കുരങ്ങൊക്കെ വന്ന് കഴിക്കുമ്പോൾ അവർ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. നമ്മുടെ ഇവിടെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് കഴിക്കും, ബാക്കിയൊക്കെ ഇവിടെ കിടന്ന് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അണ്ണാൻ, കുരങ്ങ് അതുപോലുള്ള മറ്റുള്ള മൃഗങ്ങളൊക്കെ വന്ന് ഇതുപോലെ തിന്നിട്ട് പോകും. എന്തായാലും നമ്മുടെ ഈ ഒരു ചെറുക്കൻ ആ ഒരു ചക്ക പറിച്ചിട്ട് എത്ര റിലാക്സ് ആയിട്ടാണ് അവരിൽ നിന്ന് കഴിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ചക്ക പറിച്ചിട്ട് കുറേ നേരമായി, ഒരെണ്ണേ പറിച്ചിട്ടുള്ളൂ. അത് പല പീസാക്കിയിട്ട് അവൻ ആസ്വദിച്ച് അവിടെ നിന്ന് കഴിക്കുകയാണ്. കാരണം ആൾ അത്ര കംഫർട്ടബിൾ ആയെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ആൾ അത്ര കൂളായിട്ട് അവിടെ നിന്ന് കഴിക്കുന്നത്. സാധാരണ ഇവർ ഒരെണ്ണം അല്ല കേട്ടോ, ഒരാനയല്ല വരാറ്, ഇഷ്ടംപോലെ ആനകൾ ഒരുമിച്ചൊക്കെ വരാറുണ്ട്. പക്ഷേ ഇന്നിവൻ ഒറ്റയ്ക്ക് വന്ന് എല്ലാ ചക്കയും അകത്താക്കാനുള്ളൊരു പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൻ ആ തുമ്പിക്കൈ ഉയർത്തുന്നത് നമ്മുടെ സ്മെല്ല് പിടിക്കുന്ന കേട്ടോ, നമ്മൾ എത്ര ദൂരത്തിലൊക്കെ നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവനറിയാം ഈ ഒരു റൂമിൽ ആളുകളുണ്ടെന്നുള്ളത്. പക്ഷെ എന്നാലും അവൻ ഒന്നുകൂടെയും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്മെല്ലൊക്കെ പിടിച്ച് നോക്കുന്നത്. പിന്നെ കുറേ പേർക്കുള്ളൊരു ഡൗട്ടായിരിക്കും, ഇതുപോലെ ആനകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂമിനടുത്തേക്കൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമാവില്ലെന്ന്. ഇതിപ്പോൾ ഒരു പാവ ആനയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇനി വരുന്ന ആന ചിലപ്പോൾ ഭയങ്കര കൽപ്പനയൊക്കെ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ റൂമിനടുത്തേക്ക് വരാൻ ചാൻസ് ഇല്ലെന്നൊക്കെ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടിന് സൈഡിലൊക്കെ ഇതുപോലെ കല്ലുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കൊമ്പന്മാരൊന്നും വന്നാലും പെട്ടെന്ന് നമ്മുടെ റൂമിനടുത്തേക്കൊന്നും വരത്തില്ല. പിന്നെ ഈ വീട്ടിൽ വരുന്ന ആനയുടെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് വരുന്ന മറ്റൊരു കമൻറ്റാണ് നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചുറ്റും നോക്കും, ആന വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കും, എന്നിട്ടാണ് ഇറങ്ങുക. പിന്നെ ആന നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, ഇന്ന സ്ഥലത്ത് ആന ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങാം കേട്ടോ. കാരണം എല്ലാ ആനകളും ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ നിൽക്കണമെന്നില്ല. ചിലന്മാർ ഭയങ്കര കൽപ്പനായിരിക്കാം. ഇതെന്തോ ഫുഡ് കണ്ടപ്പോൾ പരിസരം മൊത്തം മറന്ന് നിൽക്കാന്ന് തോന്നുന്നു ഇവൻ. ഇത്രയും നേരം ജനലിൻ്റെ സൈഡിലേക്ക് നോക്കിയൊക്കെ നിന്നുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി, പേടിയൊക്കെ മാറിയ ആൾ പ്ലാവിലേക്ക് തന്നെ നോക്കി നിന്നാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മൈൻഡേ ചെയ്യണില്ല നമ്മളിവിടെ നിൽക്കുക, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ,
ഞാൻ ഈ ഒരു ചക്ക മൊത്തം നിന്നിട്ട് പോകുന്നുള്ള മട്ടിലാണ് ആളവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാവിലെ ചക്ക മുഴുവനായിട്ട് തിന്നാനൊന്നും പോണില്ല. അപ്പോൾ എന്തായാലും അവർ പറിച്ചു. അപ്പോൾ പിന്നെ അവൻ തിന്നോട്ടെ. സാധാരണ നമ്മുടെ ഗണപതിയാണ് ഈ ഒരു പ്ലാവിൽ ചക്ക വന്നിടാറ്. പക്ഷേ ഇത്തവണ അവൻ വന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്ന ചോദ്യം കേട്ടോ, ഇതിനെ കാണുമ്പോൾ പേടിയില്ലേ എന്നുള്ളത്. നമുക്കിത് കണ്ട് കണ്ട് ശീലമായി. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്, പക്ഷേ അത്രയ്ക്ക് പേടിയൊന്നുമില്ല. നമ്മൾ സ്ഥിരം കാണുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്ര പേടിയൊന്നുമില്ല. ഇങ്ങനെ മുറ്റത്തൊന്നും വന്ന് നിൽക്കുമ്പോൾ പേടിച്ച് വിറയ്ക്കാറൊന്നുമില്ല. പക്ഷേ പ്രതീക്ഷിക്കാണ്ടൊക്കെ വന്ന് പെട്ടെന്ന് എങ്ങാനും മുന്നിലൊക്കെ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും. കാരണം നമ്മൾ ഇവരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവരും പേടിച്ചിട്ട് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കും. നമ്മളും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവരെ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും മുന്നിൽ വരുമ്പോൾ. അതല്ലാതെ നമ്മുടെ വീടിന് മുന്നിലൊക്കെ ഇങ്ങനെ പതുക്കെയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ പോവും. എന്തായാലും നമ്മുടെ ഈ ഒരു കൊമ്പൻ ഇപ്പോഴൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളിവനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അവൻ അവിടെ നിന്ന് ചക്ക തിന്നോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ആന വീഡിയോയും യാത്രകളും ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ചാനലിൽ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ ആന എന്തായാലും ചക്കയിടൽ നിർത്താൻ ഉദ്ദേശിക്കണില്ല. അവൻ അടുത്ത ചക്കയൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ അവൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.